ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് മുതൽ കൊളോയിഡ്സ് പഠിച്ചു തുടങ്ങിയാണ്. ജൂനിയർ സയൻറ്റിഫിക് അസിസ്റ്റൻ്റ് എക്സാമിന് വേണ്ടി കെമിസ്ട്രിയുടെ ഭാഗത്ത് നിന്ന് വരുന്ന ഒരു പോർഷനാണ് കൊളോയിഡ്സ്. അപ്പോൾ കെമിസ്ട്രിയുടെ ഭാഗത്ത് നമുക്ക് സിലബസിൽ ആദ്യം തന്നേക്കുന്നതൊക്കെ അറ്റോമിക് സ്ട്രക്ചർ, പീരിയോഡിക് ടേബിൾ അങ്ങനെയുള്ള പോർഷൻസാണ്. അതൊക്കെ നമ്മൾ ആൾറെഡി ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ കെമിസ്ട്രി എക്സാമുകൾക്കും ലാബ് അസിസ്റ്റൻ്റ് എക്സാമുകൾക്കൊക്കെ വേണ്ടി ആ പോർഷനൊക്കെ നമ്മൾ കുറച്ചൊക്കെ കവർ ചെയ്തിട്ടുണ്ട്. ഫുള്ളി കവർ ചെയ്തിട്ടില്ല. അതിൽ സിലബസിൽ പറഞ്ഞിട്ടുള്ള ബാലൻസ് കാര്യങ്ങളൊക്കെ നമുക്കിനി ആ പോർഷൻ്റെ കൂടെ ആഡ് ചെയ്യാം. പക്ഷെ നമ്മൾ ഇതുവരെ ടച്ച് ചെയ്യാത്തൊരു പാർട്ടാണ് കൊളോയിഡ്സ് എന്ന് പറയുന്നത്. അപ്പം അത് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ എക്സാം ആയതുകൊണ്ട് തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന അതിൽ നിന്ന് ആ ഏരിയയിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു ഏരിയ ആയിരിക്കും കൊളോയിഡ്സ്. ഇമ്പോർട്ടൻ്റ് ഉള്ളതാണ്. അപ്പോൾ നമുക്ക് അത് പഠിച്ചു തുടങ്ങാം. തോമസ് ഗ്രഹാം ഇൻ 1861 ഡ്യൂറിങ് ഹിസ് വർക്ക് ഓൺ ഡിഫ്യൂഷൻ ഫൗണ്ട് ദാറ്റ് while certain substances such as sugars, salts, acids and bases diffused readily through a parchment membrane, others such as gelatin, albumin, glue and silicic acid diffused at a very slow rate. തോമസ് ഗ്രഹാമാണ് ഇൻ 1861 ഡ്യൂറിങ് ഹിസ് വർക്ക് ഓൺ ഡിഫ്യൂഷൻ, അദ്ദേഹത്തിൻ്റെ ഡിഫ്യൂഷൻ്റെ വർക്കിൽ കണ്ടെത്തിയത്. ഫൗണ്ട് ദാറ്റ് വൈൽ സർട്ടൺ സബ്സ്റ്റൻസസ്, ചില സബ്സ്റ്റൻസ് സച്ച് ആസ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഷുഗേഴ്സ്, സാൾട്ട്സ്, ആസിഡ്സ് ആൻഡ് ബേസസ്, അവരൊക്കെ ഡിഫ്യൂസ്ഡ് റെഡിലി ത്രൂ എ പർച്ച്മെൻറ്റ് മെമ്മറി, നല്ലോണം ഡിഫ്യൂസ് ചെയ്യുന്നുണ്ട്. അതേഴ്സ് സച്ച് ആസ്, പക്ഷേ കുറച്ച് സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഉദാഹരണം പറയുകയാണെങ്കിൽ ജലാറ്റിൻ, ആൽബുമിൻ, ഗ്ലൂ ആൻഡ് സിലിസിക് ആസിഡ്, അവയൊക്കെ എന്താണ് ഡിഫ്യൂസ്ഡ് അറ്റ് എ വെരി സ്ലോ റേറ്റിലാണ് ഡിഫ്യൂസ് ചെയ്യുന്നത്. ദ സബ്സ്റ്റൻസസ് ബിലോങ് ടു ദ ഫോർമർ കാറ്റഗറി, നമ്മൾ ആദ്യം പറഞ്ഞ കാറ്റഗറി, അതായത് ഷുഗേഴ്സ്, സാൾട്ട്സ്, ആസിഡ്സ്, ബേസസ് എന്നൊക്കെ പറഞ്ഞ് റെഡിലി ഡിഫ്യൂസ് ചെയ്യുന്ന ആ സബ്സ്റ്റൻസ്, ആ ഫസ്റ്റ് ഫോർമർ കാറ്റഗറി എക്സിസ്റ്റ് ഇൻ ക്രിസ്റ്റലൈൻ സ്റ്റേറ്റ്. അവ ഏത് സ്റ്റേറ്റിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്? ക്രിസ്റ്റലൈൻ സ്റ്റേറ്റിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. വേർ കാൾഡ് ക്രിസ്റ്റലോയിഡ്സ്. അതുകൊണ്ട് തന്നെ അവര് നമ്മൾ എന്തെന്ന് വിളിക്കും? ക്രിസ്റ്റലോയിഡ്സ് എന്ന് വിളിക്കും. വൈൽ ദ സബ്സ്റ്റൻസസ് ബിലോങ് ടു ദ സെക്കൻഡ് കാറ്റഗറി, നമ്മൾ സെക്കൻഡ് കാറ്റഗറിയിൽ പറഞ്ഞ സബ്സ്റ്റൻസ് ഏതൊക്കെയായിരുന്നു? ജലാറ്റിൻ, ആൽബുമിൻ, ഗ്ലൂ, സിലിസിക് ആസിഡ് എന്നൊക്കെ പറഞ്ഞില്ലേ, അതൊക്കെ എന്താണ്? സെക്കൻഡ് കാറ്റഗറിയിൽ വരുന്നതാണ്. വേർ ഗിവൺ ദ നെയിം, അവയ്ക്ക് നമ്മൾ കൊടുത്ത പേര്, അവ ഡിഫ്യൂസ്ഡ് അറ്റ് വെരി സ്ലോ റേറ്റ് എന്നാണ് നമ്മൾ പറഞ്ഞത്. ആ സ്ലോ റേറ്റിൽ ഡിഫ്യൂസ് ചെയ്യുന്ന അതിന് കൊടുത്ത പേരാണ് കൊളോയിഡ്സ് എന്നാണ് അതിന് കൊടുത്ത പേര്. ഫ്രം ഗ്രീക്ക്, കൊളോയിഡ്സ് എന്ന് പറയുന്ന ആ വേർഡിൻ്റെ മീനിങ് ആണ് നമ്മൾ പറയുന്നത്. ഫ്രം ഗ്രീക്കിൽ നിന്നാണ് അത്, ഗ്രീക്ക് എന്നാണ് ആ വേർഡിൻ്റെ ഒറിജിൻ. അതിൽ കൊള മീൻസ് ഗ്ലൂ ലൈക്ക് എന്നാണ്. KOLLA, കൊള എന്നാണ് ഗ്രീക്ക്, അതിൻ്റെ ആ ഗ്രീക്ക് വേർഡ്. നമ്മൾ കൊളോയിഡ്സിൻ്റെ സ്പെല്ലിങ് COLLOIDS, കൊളോയിഡ്സ് ആണ് ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ. പക്ഷേ ഗ്രീക്ക് വേർഡായ KOLLA, കൊള മീൻസ് ഗ്ലൂ ലൈക്ക് എന്നാണ്. അതിൽ നിന്നാണ്, ആ ഗ്രീക്ക് വേർഡിൽ നിന്നാണ് കൊളോയിഡ്സ് എന്ന വേർഡ് വന്നത്. These observations led to the development of a new branch of knowledge known as colloid science. അതിൽ നിന്നാണ് ഒരു ന്യൂ ബ്രാഞ്ച് ഉണ്ടായത്, സയൻസിൻ്റെ ന്യൂ ബ്രാഞ്ച് അല്ലെങ്കിൽ കെമിസ്ട്രിയുടെ ന്യൂ ബ്രാഞ്ചായ കൊളോയിഡൽ സയൻസ് ഉണ്ടായത്. It was soon realized by many investigators including Thomas Graham himself. തോമസ് ഗ്രഹാം തന്നെ പിന്നീട് കണ്ടെത്തി, അദ്ദേഹവും വേറെ ഒരുപാട് സയൻറ്റിസ്റ്റും ഒക്കെ പിന്നെ ലേറ്ററായിട്ട് കണ്ടെത്തി. ദാറ്റ് ദ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ക്രിസ്റ്റലോയിഡ്സ് ആൻഡ് കൊളോയിഡ്സ് ആസ് നോട്ട് റിജിഡ് സിൻസ് മെനി ക്രിസ്റ്റലൈൻ സബ്സ്റ്റൻസസ് ലൈക്ക് സൾഫർ, കാർബൺ ആൻഡ് സാൾട്ട്സ് ക്യാൻ ബി കൺവെർട്ടഡ് ഇൻ ടു കൊളോയിഡൽ ഫോം ബൈ സ്യൂട്ടബിൾ മീൻസ്. പിന്നെ നമുക്ക് പറഞ്ഞ ഈ ഡിസ്റ്റിങ്ഷൻ എന്ന് പറയുന്നത്, ഈ വേർതിരിവ് എന്ന് പറയുന്നത് എന്താ, റിജിഡായിട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം സൾഫർ, കാർബൺ, സാൾട്ട്സ് ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും? കൺവെർട്ടഡ് ഇൻ ടു കൊളോയിഡൽ സ്റ്റേറ്റ്, അതിനെയൊക്കെ കൊളോയിഡൽ ഫോമിലോട്ട് കൺവെർട്ട് ചെയ്യാൻ പറ്റും. അറ്റ് ദ സെയിം ടൈം ദ സോ കാൾഡ് കൊളോയിഡ്സ് ലൈക്ക് ഗ്ലൂ, ജലാറ്റിൻ, അതിനൊക്കെ നമ്മളിപ്പം കൊളോയിഡ്സ് എന്ന് പറഞ്ഞ ഗ്ലൂവും ജലാറ്റിനും ഒക്കെ വേർ ഷോൺ ടു ഹാവ് എ ക്രിസ്റ്റലൈൻ സ്ട്രക്ചർ ബൈ എക്സ്റേ എക്സാമിനേഷൻ വഴി നോക്കുമ്പോൾ അതൊക്കെയും ക്രിസ്റ്റലൈൻ സ്ട്രക്ചർ കാണിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഇൻ ഫാക്ട് ഇറ്റ് ഈസ് നൗ വെരി നോൺ ദാറ്റ്
One and the same substance may show colloidal behavior at one time and crystalloidal behavior at another time. ഒരു ടൈമിൽ തന്നെ ക്രിസ്റ്റലോയിഡ് കാണിക്കുന്നത് തന്നെ മറ്റൊരു സമയത്ത് കൊളോയിഡൽ ആവാം. അങ്ങനെ ഒരു സബ്സ്റ്റൻസിന് തന്നെ ഈ രണ്ട് ഇതും കാണിക്കാൻ പറ്റും. ഡിപ്പെൻഡിങ് അപ്പോൺ ദ പ്രിവെയിലിംഗ് കണ്ടീഷൻ അനുസരിച്ചിരിക്കും. ഫോർ എക്സാമ്പിൾ, സോഡിയം സാൾട്ട്സ് ഓഫ് ലോങ് ചെയിൻ ഫാറ്റി ആസിഡ്സ്. ആരാണ് സോഡിയം സാൾട്ട് ഓഫ് ലോങ് ചെയിൻ ഫാറ്റി ആസിഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ സോപ്സിനെയാണ് നമ്മൾ കെമിക്കലി സോഡിയം സാൾട്ട്സ് ഓഫ് ലോങ് ചെയിൻ ഫാറ്റി ആസിഡ്സ് എന്ന് പറയുന്നത്. ആ സോപ്സ് ഷോ കൊളോയിഡൽ ക്യാരക്ടർ ഇൻ വാട്ടർ. നമുക്കറിയാം സോപ്പ് കൊളോയിഡൽ ക്യാരക്ടറാണ് വാട്ടറിൽ. ഇൻ വിച്ച് ദേ ആർ വെരി സ്പാരിംഗ്ലി സോലുബിൾ ബട്ട് ക്രിസ്റ്റലോയിഡൽ ക്യാരക്ടർ ഇൻ ആൽക്കഹോൾ. പക്ഷേ അത് തന്നെ ആൽക്കഹോളിൽ എടുക്കുകയാണെങ്കിൽ സോപ്പ് എന്താണ് അവിടെ ക്രിസ്റ്റലോയിഡൽ ക്യാരക്ടറാണ്. ഇൻ വിച്ച് ദേ ആർ ഫ്രീലി സോലുബിൾ. അവിടെ അവർ ഫ്രീ ആയിട്ട് സോലുബിൾ ആകും. നമ്മൾ വാഷിംഗ് സോപ്പിൻ്റെ കാര്യം തന്നെ നമ്മൾ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ നമ്മളത് വാട്ടറിൽ അതിൽ എന്താണ് കൊളോയിഡൽ ക്യാരക്ടറാണ് കാണിക്കുന്നതെങ്കിൽ അതെടുത്ത് നമ്മൾ ആൽക്കഹോൾ ഇട്ട് കഴിഞ്ഞാൽ അവിടെ ഫ്രീലി സോലുബിൾ ആണ്, ക്രിസ്റ്റലോയിഡൽ ക്യാരക്ടറാണ് അത് കാണിക്കുന്നത്. ദ ടേം കൊളോയിഡൽ സബ്സ്റ്റൻസ് ഹാസ് ദെയർഫോർ ബീൻ ഡിസ്കാർഡഡ് ഇൻ ഫേവർ ഓഫ് കൊളോയിഡൽ സ്റ്റേറ്റ്. അപ്പോൾ നമുക്ക് ആ വേർഡിൻ്റെ ഡെഫിനിഷനാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. നമ്മൾ കൊളോയിഡൽ എന്ന് പറയുന്നത് കൊളോയിഡ്സ് എന്ന് പറയുന്നതിനെക്കാട്ടിയും നമ്മൾ കൂടുതൽ ഫേവറായിട്ടുള്ള കാര്യം കൊളോയിഡൽ സ്റ്റേറ്റ് എന്ന് പറയുന്നതാണ്. അതൊരവസ്ഥയാണ്. കൊളോയിഡൽ സ്റ്റേറ്റ് എന്ന് പറയുന്നതാണ് കറക്റ്റാണ് വേർഡ്. ഇൻ ടു വിച്ച് ആൾമോസ്റ്റ് എവരി സബ്സ്റ്റൻസ് ക്യാൻ ബ്രോട്ട് ബൈ സ്യൂട്ടബിൾ മീൻസ്. മിക്ക സബ്സ്റ്റൻസിനും ആ ഒരു സ്റ്റേറ്റ് വരാറുണ്ട്, കൊളോയിഡൽ സ്റ്റേറ്റ്. ഇനി കൊളോയിഡൽ സിസ്റ്റംസ് എന്താണെന്ന് നോക്കാം. അത് ഇച്ചിരി ഡീപ്പായി പഠിക്കേണ്ട ഒരു കാര്യമാണ്. ക്വസ്റ്റ്യൻസ് വരാവുന്ന ഒരു ഏരിയയാണ്. ഫൈനലി ഡിവൈഡഡ് പാർട്ടിക്കിൾസ് ഓഫ് എനി സബ്സ്റ്റൻസ് വിത്ത് ഡയമീറ്റേഴ്സ് ലൈയിങ് വിത്ത് 10 to 2000 angstrom range dispersed in any medium constitute what we term a colloidal system. അതിൻ്റെ റേഞ്ച് നമ്മൾ പഠിക്കണം. 10 to 2000 ആങ്സ്ട്രോം റേഞ്ചിലാണ് ഡിസ്പേഴ്സ്ഡ് ഇൻ എനി മീഡിയം. ഏതെങ്കിലും ഒരു മീഡിയത്തിൽ ഡിസ്പേഴ്സ് ആവുന്ന കോൺസ്റ്റിറ്റ്യൂട്ട് വാട്ട് വി ടേം എ കൊളോയിഡൽ സിസ്റ്റം. അതിനെയാണ് നമ്മൾ കൊളോയിഡൽ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഫൈനലി ഡിവൈഡഡ് പാർട്ടിക്കിൾസ് ഓഫ് എനി സബ്സ്റ്റൻസ്, ഏതെങ്കിലും സബ്സ്റ്റൻസിൻ്റെ ഫൈനലി ഡിവൈഡഡ് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് വിത്ത് ഡയമീറ്റേഴ്സ്, അതിൻ്റെ ഡയമീറ്റർ എന്താണ് ഏത് റേഞ്ചിലായിരിക്കും? ലൈയിങ് വിത്തിൻ 10 to 2000 ആങ്സ്ട്രോം, 10 മുതൽ 2000 ആങ്സ്ട്രോം റേഞ്ചിൽ dispersed in any medium constitute what we term a colloidal system. A colloidal system is thus a two-phase system. Colloidal system എന്ന് പറയുമ്പോൾ നമ്മൾ സിമ്പിളായിട്ട് ആദ്യമേ ഓർക്കേണ്ടത് അതൊരു two-phase സിസ്റ്റമാണ്. കൺസിസ്റ്റിംഗ് ഓഫ് എ കണ്ടിന്യൂസ് ഫേസ് ഓർ ഡിസ്പേഴ്സ്ഡ് മീഡിയം. നമ്മൾ എപ്പോഴും കേൾക്കുന്ന കൊളോയിഡ്സ് പഠിക്കുമ്പോൾ കേൾക്കുന്ന ഒരു ടേമാണ് ഡിസ്പേഴ്സ്ഡ് മീഡിയം ഇൻ വിച്ച് എക്സ്ട്രീംലി മൈന്യൂട്ട് പാർട്ടിക്കിൾസ് ലൈയിങ് വിത്തിൻ ദ കൊളോയിഡൽ റേഞ്ച് ഓർ ദ സെക്കൻഡ് സബ്സ്റ്റൻസ് ടേംഡ് ആസ് ഡിസ്കണ്ടിന്യൂസ് ഫേസ് ഓർ ഡിസ്പേഴ്സ്ഡ് ഫേസ് ഓർ അത് ആർ സസ്പെൻഡഡ്. അപ്പം എപ്പോഴും ഒരു കൊളോയിഡ് എടുക്കുമ്പോൾ അതിന് രണ്ട് സംഭവങ്ങൾ കാണും. എന്തൊക്കെയാണ്? ഡിസ്പേഴ്സൺ മീഡിയവും ഡിസ്പേഴ്സ്ഡ് ഫേസ്. ചിലപ്പോൾ അത് രണ്ടും ഒരേന്ന് തന്നെ ആവാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്യാസും ലിക്വിഡും ആവാം വേണമെങ്കിൽ. ഒന്ന് ഡിസ്പേഴ്സൺ മീഡിയം ഗ്യാസ് ആകാം, ഡിസ്പേഴ്സ്ഡ് ഫേസ് ലിക്വിഡ് ആവാം. ചിലപ്പോൾ ഡിസ്പേഴ്സൺ മീഡിയം ഗ്യാസ് ആവാം, ഡിസ്പേഴ്സ്ഡ് ഫേസ് സോളിഡ് ആവാം. ലിക്വിഡും ഗ്യാസ് കണക്കാവാം, ചിലപ്പോൾ ലിക്വിഡും തന്നെ ആവാം. ലിക്വിഡ് സോൾട്ട് ആവാം, സോൾട്ട് ഗ്യാസ് ആവാം. അത് ഏത് രീതിയിൽ വേണമെങ്കിലും സോൾട്ട് ലിക്വിഡ് ആവാം, സോൾട്ടും ആവാം. അത് ഓരോന്നിനും നമുക്കോരോ പേര് നമ്മൾ പഠിക്കും. അത് നമുക്ക് നെക്സ്റ്റ് ഡേ അത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഡിസ്പേഴ്സ്ഡ് ഫേസ് മേ നോട്ട് നെസസറിലി ബി എ സോളിഡ് ആൾവേസ്. അത് എപ്പോഴും സോളിഡ് തന്നെ ഫേസ് എന്ന് വെക്കുമ്പോൾ നമുക്കത് സോളിഡ് ആണെന്ന് തോന്നുന്നത്. അത് എപ്പോഴും സോളിഡ് തന്നെ ആവണമെന്നില്ല. ഇറ്റ് മേ ബി എ ലിക്വിഡ് ഓർ ഈവൻ എ ഗ്യാസ് ആസ് വെൽ. വേണമെങ്കിൽ അത് ലിക്വിഡ് ആവാം, അല്ലെങ്കിൽ ഗ്യാസ് ആകാം, എന്ത് വേണമെങ്കിൽ. സിമിലർലി ദ ഡിസ്പേഴ്സൺ മീഡിയം മേ ബി ഗ്യാസ് ഓർ എ ലിക്വിഡ് ഓർ ഈവൻ എ സോളിഡ്. മീഡിയവും അതിനൊക്കെ തന്നെ ഡിസ്പേഴ്സൺ മീഡിയവും ഗ്യാസ് ആവാം, ലിക്വിഡ് ആവാം, സോളിഡ് ആവാം. Thus, several different types of colloidal systems depending upon the states of
aggregation of the dispersed phase and the dispersed medium are possible. അപ്പോൾ നമുക്ക് അതിൻ്റെ ഓരോന്നിൻ്റെ പേര് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യാം. നമുക്ക് ആദ്യം ഡിസ്പേഴ്സൺ മീഡിയം ഗ്യാസും ഡിസ്പേഴ്സ്ഡ് ഫേസ് ലിക്വിഡുമാണെങ്കിൽ അതിന് എക്സാമ്പിൾ പറയുമ്പോൾ നമുക്ക് കൂടുതൽ മനസ്സിലാവും. അതിന് എക്സാമ്പിളാണ് ക്ലൗഡ്സ്, മിസ്റ്റ്, ഫോഗ്സ്. അവിടെ എന്താണ് ഡിസ്പേഴ്സൺ മീഡിയം എന്ന് പറയുന്നത് ഗ്യാസാണ്. ഗ്യാസിൽ ഡിസ്പേഴ്സ്ഡ് ഫേസ് ആയിട്ടുള്ള ലിക്വിഡ് ഇരിക്കുന്നതിന് എക്സാമ്പിളാണ് ക്ലൗഡ്സ്, മിസ്റ്റ്, ഫോഗ്. ഇവിടെ നിന്നൊരു ക്വസ്റ്റ്യൻസ് നമുക്ക് തീർച്ചയായും പ്രതീക്ഷിക്കാം. അത് കണക്ക് ഡിസ്പേഴ്സൺ മീഡിയം ഗ്യാസും ഡിസ്പേഴ്സ്ഡ് ഫേസ് സോളിഡുമായിട്ടുള്ളതിന് എക്സാമ്പിളാണ് സ്മോക്ക്, ഓൾക്കാനിക് ഡസ്റ്റ്. ഓൾക്കാനിയോ ഡസ്റ്റും സ്മോക്ക് എന്തിന് എക്സാമ്പിളാണ്? ഡിസ്പേഴ്സൺ മീഡിയം ഗ്യാസും ഡിസ്പേഴ്സ്ഡ് ഫേസ് സോളിഡും. ലിക്വിഡ് ഇൻ ഗ്യാസ് തിരിച്ചാണെങ്കിൽ ഡിസ്പേഴ്സൺ മീഡിയം ലിക്വിഡും ഡിസ്പേഴ്സ്ഡ് ഫേസ് ഗ്യാസുമാണെങ്കിൽ അതിന് എക്സാമ്പിൾസാണ് ഫോംസ്, വിപ്ഡ് ക്രീംസ് ഒക്കെ അതിലും എക്സാമ്പിളായിട്ട് വരും. നെക്സ്റ്റ് രണ്ട് ലിക്വിഡ് ആവാം. ഡിസ്പേഴ്സൺ മീഡിയവും ലിക്വിഡ്, ഡിസ്പേഴ്സ്ഡ് ഫേസും ലിക്വിഡും ആയിട്ടുള്ളതാണ് എമൽഷൻസ് എന്ന് പറയും. ആ എമൽഷൻസ് എന്ന് പറയുന്ന ആ രണ്ടും ലിക്വിഡായിട്ടുള്ള എമൽഷൻസ് എന്ന് പറയുന്ന കാറ്റഗറി നമുക്ക് സെപ്പറേറ്റ് പഠിക്കാനുണ്ട് ഡീറ്റെയിൽ ആയിട്ട്. എക്സാമ്പിൾ ആരെന്ന് ചോദിച്ചാൽ മിൽക്ക്, കോൾഡ് ലിവർ ഓയിലൊക്കെ അതിന് എക്സാമ്പിളാണ്. ആ ഒരു സെക്ഷൻ അല്ലെങ്കിൽ തന്നെ എമൽഷൻസ് നമുക്ക് പ്രത്യേകം പഠിക്കാനുണ്ട്. ലിക്വിഡ് സോൾട്ട്, ഡിസ്പേഴ്സൺ മീഡിയം ലിക്വിഡും ഡിസ്പേഴ്സ്ഡ് ഫേസ് സോളിഡുമായിട്ടുള്ളതാണ് സ്റ്റാർച്ച്, പ്രോട്ടീൻസ്, ആർസനിക് സൾഫൈഡ്, ഗോൾഡ് എത്രാഗ്. അതിനെ ഒരു പ്രത്യേക കാറ്റഗറി ആയിട്ട് നമ്മൾ അറിയപ്പെടും, സോൾസ് എന്ന് അതിനെ അറിയപ്പെടാറ്. നമ്മൾ ആദ്യം പറഞ്ഞ ഗ്യാസ്, ഡിസ്പേഴ്സൺ മീഡിയം ഗ്യാസും ഡിസ്പേഴ്സ്ഡ് ഫേസ് ലിക്വിഡും ആയിട്ടുള്ള ക്ലൗഡ്സ്, മിസ്റ്റ്, ഫോഗ്സ് പറഞ്ഞില്ലേ. പിന്നെ രണ്ടാമത് പറഞ്ഞ ഗ്യാസ്, ഡിസ്പേഴ്സൺ മീഡിയം ഗ്യാസും ഡിസ്പേഴ്സ്ഡ് ഫേസ് സോളിഡും ആയുള്ള സ്മോക്ക്, ഓൾക്കാനിക് ഡസ്റ്റ് പറഞ്ഞില്ലേ. ഇവർ രണ്ടുപേരെയും കൂടി ചേർത്തൊരു പേര് പറയും. എന്താണ്? ഡിസ്പേഴ്സൺ മീഡിയം ഗ്യാസും ഡിസ്പേഴ്സ്ഡ് ഫേസ് ലിക്വിഡോ സോളിഡോ ആവാം. അങ്ങനെയുള്ള അവർ രണ്ടുപേരെയും ചേർത്ത് പറയുന്ന പേരാണ്, എക്സാമ്പിൾ പറഞ്ഞാൽ ക്ലൗഡ്, മിസ്റ്റ്, ഫോഗ്, സ്മോഗ്, വോൾക്കാനിക് ഡസ്റ്റ്, ഇവരെല്ലാം കൂടി ചേർത്ത് പറയുന്ന പേരാണ് എയറോസോൾ എന്ന് പറയും. ഇപ്പോൾ നമ്മൾ പഠിച്ച ലിക്വിഡും സോൾട്ടും ആയിട്ടുള്ളതിന് പറയുന്നതിന് എക്സാമ്പിളായിട്ടുള്ള സ്റ്റാർച്ച്, പ്രോട്ടീൻസ്, ആർസനിക് സൾഫൈഡ്, ഗോൾഡ്, ഇവരൊക്കെ എന്തിന് എക്സാമ്പിളാണ്? ഇവരെയൊക്കെ പറയുന്ന പേരാണ് സോൾസ് എന്ന് പറയും. ഓക്കെ, ഇനി ലാസ്റ്റ് കാറ്റഗറിയാണ്. നമ്മൾ ഇതുവരെ സോളിഡിനെ പറഞ്ഞില്ല. സോളിഡാണ് ഡിസ്പേഴ്സൺ മീഡിയം, ദെൻ ഡിസ്പേഴ്സ്ഡ് ഫേസ് ഗ്യാസ് ആണ്. എക്സാമ്പിൾ അബ്സോർബ്ഡ് ഓർ ഒക്ലൂഡഡ് ഗ്യാസസ്. അത് കണക്ക് ഡിസ്പേഴ്സൺ മീഡിയം സോളിഡ് തന്നെയാണ്, ഡിസ്പേഴ്സ്ഡ് ഫേസ് ലിക്വിഡാണ്. അതിന് എക്സാമ്പിളാണ് ജെല്ലീസ്, ജെൽസ്, ചീസ്. ലാസ്റ്റ് നമ്മൾ പഠിക്കുന്നത് ഡിസ്പേഴ്സൺ മീഡിയം